ഓം നമോ ഭഗവതേ വാസുദേവയ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പൻ്റെയും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയുമായ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധമായ വ്യാഴാഴ്ച ദിനത്തിൽ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക മഞ്ഞൾ നീരാട്ടും പീതാംബര ചാർത്തലും നടത്തി. രാവിലെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി കാണാൻ സാധിച്ചു. പ്രശ്നചിന്തയിൽ തെളിഞ്ഞ ചില നക്ഷത്രജാതകരുടെ ഫലങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ജീവിതത്തിൽ സങ്കടങ്ങളും നിരാശയും അനുഭവിച്ച് മനസ്സ് തളർന്നു നിൽക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെയും ദുരിതങ്ങൾ അകലാൻ വേണ്ടി അമ്മയുടെ തിരുമുമ്പിൽ ഇന്ന് വൈകിട്ട് പ്രത്യേക അർച്ചനയും തിരിവെച്ച് പ്രാർത്ഥനയും നടത്തുന്നു. നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ, ജന്മനക്ഷത്രവും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ വ്യക്തമായി കുറിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി അമ്മയ്ക്ക് മുമ്പിൽ നടത്തുന്ന തിരിവെച്ച് പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പൂജകൾ ചെയ്യുന്നതാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി സ്വന്തം അധ്വാനത്തിന് അർഹമായ വില കിട്ടാതെ ചുറ്റുമുള്ളവരിൽ നിന്നും ഒരുപാട് ചതി അനുഭവിച്ചില്ലേ? രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം സാമ്പത്തിക ബാധ്യതകൾ കാരണം ദുരിതം അനുഭവിച്ചില്ലേ? എന്തൊക്കെ പ്ലാൻ ചെയ്താലും അവസാന നിമിഷം കാര്യങ്ങൾ തടസ്സപ്പെടുകയാണ്, ശരിയല്ലേ? എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ സങ്കടങ്ങൾക്കെല്ലാം ഒരു അന്ത്യമുണ്ടാകാൻ പോകുന്നു. വ്യാഴാഴ്ചയായ ഇന്ന് ഗുരുഭഗവാന്റെയും ശ്രീ മഹാവിഷ്ണുവിൻ്റെയും പ്രത്യേകം അനുഗ്രഹത്താൽ നിങ്ങളുടെ കഷ്ടകാലം മാറി നല്ലൊരു ആശ്വാസത്തിൻ്റെ വഴി തെളിയാൻ പോവുകയാണ്. പൂർണ്ണ ഈശ്വരവിശ്വാസത്തോടെ ഗുരുവായൂരപ്പനെയും മുത്തുമാരിയമ്മയെയും മനസ്സിൽ ധ്യാനിക്കുക. അവിചാരിതമായ ധനയോഗവും തൊഴിൽ രംഗത്ത് അർഹമായ അംഗീകാരവും ഈ ദിനങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. ഇനി മഹാഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇവർക്കിനി വരുന്ന കാലങ്ങളിൽ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അവർ ചെയ്യേണ്ട വഴിപാടുകൾ, പോകേണ്ട ക്ഷേത്രങ്ങൾ ഇവയൊക്കെ അറിയാം. ആദ്യമായി ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന ആദ്യത്തെ 3 നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുരിത ദുഃഖങ്ങൾ തന്നെയായിരുന്നു. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ നടന്നു നീങ്ങുന്നത്. എന്നാൽ വലിയൊരു ആശ്വാസമായി ഇവരുടെ കടങ്ങളൊക്കെ മാറുവാനും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാനും കഴിയുന്ന സമയമാണ്. പ്രതിസന്ധികളൊക്കെ മാറാൻ പോകുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകലാൻ പോകുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി കിട്ടാൻ പോവുകയാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്താൻ പോവുകയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. എന്നാൽ ആ സങ്കടങ്ങളൊക്കെ മറന്നേക്കുക. ഇനി മുതൽ ഭാഗ്യം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ഒരു സമയത്താണ് ഇവരെ സംബന്ധിച്ച് വിദേശ യോഗം അനുഭവപ്പെടുക. വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും കഴിയും. ഒരു നല്ല ജോലിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരും. ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പണവും പാൽപ്പായസവും വഴിപാടായി കഴിപ്പിക്കുക. തീർച്ചയായും വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ കോടീശ്വര യോഗമെന്നൊക്കെ? ഇവിടെ ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കാൻ പോകുന്നത് കോടീശ്വര യോഗം തന്നെയാണ്. ഒരു VIP പോലെ കഴിയുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. കാറ്,
വീട്, സ്വത്ത്, അതുപോലെ തന്നെ ധനം, ഇതൊക്കെ ഇവർക്ക് വന്നു ചേരും. ഇവരുടെ അനുകൂലമായ ഈ ഒരു സമയത്ത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു. കുലദൈവപ്രീതി നേടണം. കുലദൈവ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. കുലദൈവ ക്ഷേത്ര ദർശനം ഇവരെ എല്ലാ പാപങ്ങളും, എല്ലാ ദുരിത ദുഃഖങ്ങളും, എല്ലാ ശത്രുദോഷങ്ങളും അകറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരും. അവിചാരിതമായ ധനനേട്ടം ഇവർക്ക് വന്നു ചേരും. ഗുരുവായൂരപ്പന് മഞ്ഞപ്പട്ട് ചാർത്തി തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്ര ജാതകർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ, കുംഭൻ രാശിക്കാർ. ഇവർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു. പുതിയ വീട് വാങ്ങാൻ, പുതിയ കാറ് വാങ്ങാൻ, വിദേശത്ത് പോകാൻ, വിദേശത്ത് നിൽക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കാൻ, അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഈ ഒരു കാലയളവിൽ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നെയ്വിളക്ക്, ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ആഗ്രഹിച്ച ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യും. ശിവക്ഷേത്രത്തിൽ ധാരയും വിഷ്ണു സഹസ്രനാമവും നടത്തി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ധനാഗമനമാണ് കാണുന്നത്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. അത്രയധികം നല്ല ഒരു സമയത്തിലേക്ക് എത്തുകയാണ്. ഞാനിവിടെ പറഞ്ഞ വഴിപാടുകൾ നിങ്ങൾ ചെയ്യണം. ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഗുരുഭഗവാന്റെയും മുത്തുമാരി അമ്മയുടെയും അനുഗ്രഹമുള്ളപ്പോൾ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറും. അതെല്ലാം നീങ്ങിപ്പോകും. നിങ്ങൾ രക്ഷപ്പെടും, ഉറപ്പാണ്. അത്രയധികം മനോഹരമായ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ വ്യക്തിഗത ദോഷങ്ങൾ കൃത്യമായി പരിശോധിക്കാനും ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കും മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രത്യാശയും ആശ്വാസവും നൽകിയെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുരുഭഗവാന്റെയും മുത്തുമാരിയമ്മയുടെയും പരിപൂർണ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.